ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇമേജ് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ നൽകാനും വ്യത്യസ്ത രീതിയിൽ അതിനാവശ്യമായ എഫക്റ്റുകൾ നൽകാനുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചു. ഇനി നമുക്കതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഐക്കൺ പരിചയപ്പെടാം. അതിനായി ഏറ്റവും മധ്യഭാഗത്ത് താഴെ നമുക്കൊരു റൗണ്ട് ഐക്കൺ കാണാം. അതൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് താഴെ കുറേയേറെ ഓപ്ഷൻസ് ലഭ്യമാകും. അതിൽ ഒന്നാമത്തെ ഭാഗം സ്റ്റിക്കേഴ്സ് എന്നുള്ളത് കാണാം. അതൊന്ന് സെലക്ട് ചെയ്യാം. ഒന്നുകിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ഇടതുവശത്ത് ഒരു പ്ലസ് ബട്ടൺ കാണാം. അത് സെലക്ട് ചെയ്താലും അവിടെ നമുക്ക് സ്റ്റിക്കർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഞാനിവിടെ ഈ ഒരു സ്റ്റിക്കേഴ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യുകയാണ്. പിന്നീട് നോക്കൂ, നിങ്ങൾ ഏറ്റവും മുകളിൽ ഒരു സ്റ്റിക്കർ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റിക്കർ അല്ല നാം ഉദ്ദേശിച്ചത് എങ്കിൽ താഴെ ധാരാളം സ്റ്റിക്കേഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി. ധാരാളം സ്റ്റിക്കേഴ്സുകൾ ഇവിടെ കാണാം. ഇഷ്ടമുള്ള നമുക്ക് താല്പര്യമുള്ള ഒരു സ്റ്റിക്കർ നമുക്ക് ഇതിൽ നിന്നും ആഡ് ചെയ്യാം. തൽക്കാലം ഞാനിവിടെ സ്റ്റിക്കർ എടുക്കുകയാണ്. ശേഷം നമുക്ക് ആ ഒരു സ്റ്റിക്കർ സ്ക്രീനിൽ കാണാം. അത് ആവശ്യാനുസരണം അതിൻ്റെ വലുപ്പം കൂട്ടാം. നമുക്ക് ഏത് രീതിയിലാണ് ആ സ്റ്റിക്കറിൻ്റെ വലുപ്പം കൂട്ടേണ്ടതെങ്കിൽ ഇതുപോലെ നമുക്ക് കൂട്ടാവുന്നതാണ്. ആവശ്യാനുസരണം ആ സ്റ്റിക്കർ വേണ്ട രൂപത്തിൽ നമുക്ക് സ്ക്രീനിൽ പ്ലേസ് ചെയ്യാം. ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. മറ്റൊരു സ്റ്റിക്കർ നമുക്ക് നോക്കാം. ഡിലീറ്റ് ചെയ്യാൻ ആ സ്റ്റിക്കർ സെലക്ട് ചെയ്യുക, വീണ്ടും ഡിലീറ്റ് ബട്ടൺ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ അതേ സ്റ്റിക്കർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റീസെലക്ട് എന്നുള്ളൊരു ബട്ടൺ കാണാം. അത് സെലക്ട് ചെയ്താലും നമുക്ക് സ്റ്റിക്കർ ഓപ്ഷനിലേക്ക് മാറുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു സ്റ്റിക്കർ ഡിലീറ്റ് ചെയ്ത് വീണ്ടും സ്റ്റിക്കർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ സ്റ്റിക്കർ നമുക്ക് കണ്ടെത്താം. ധാരാളം സ്റ്റിക്കേഴ്സുകളുണ്ട്. അതൊക്കെ ഓരോന്നും നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനിവിടെ സ്റ്റിക്കർ സെലക്ട് ചെയ്തു. ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്കിതുപോലെ സ്ക്രീനിൽ ആവശ്യമുള്ള ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കാം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കുറേ സ്റ്റിക്കേഴ്സുകളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ള സ്റ്റിക്കർ ഇതുപോലെ നമുക്ക് പ്ലേസ് ചെയ്യാം. മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിലൊന്ന് ടച്ച് ചെയ്യാം. വീണ്ടും റീസെലക്ട് എന്നുള്ള ബട്ടൺ കാണാം. അത് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള ഒരു സ്റ്റിക്കർ നമുക്ക് വീണ്ടും ചൂസ് ചെയ്യാം. സ്റ്റിക്കർ ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓരോ സ്റ്റിക്കറും അതിൽ നൽകിയിരിക്കുന്ന കളറാണ്. കളറുകളൊക്കെ നമുക്ക് സ്റ്റിക്കർ ടിക്ക് മാർക്ക് നൽകിയതിന് ശേഷം അതിൻ്റെ കളറുകളൊക്കെ മാറ്റാവുന്നതും. തൽക്കാലം ഞാനിവിടെ സ്റ്റിക്കർ എടുക്കുകയാണ്. അത് ഇതുപോലെ വലുതാക്കിയതിന് ശേഷം ഓക്കെ നൽകുന്നു. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇനി ഈ സ്റ്റിക്കർ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ യെല്ലോ മാറ്റിയിട്ട് നമുക്ക് ആ സ്റ്റിക്കറിന് നമുക്ക് മറ്റൊരു കളറാണ് നൽകേണ്ടത് എങ്കിൽ ഇവിടെ കളർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. നമുക്ക് ആ ഒരു സ്റ്റിക്കർ ആഡ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ കളർ മാറ്റണമെങ്കിൽ നമുക്ക് സ്റ്റിക്കർ സെലക്ട് ചെയ്ത ശേഷം താഴെ ഇതുപോലെ കളർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അത് സെലക്ട് ചെയ്തുകൊണ്ട് ടോഗിൾ സ്വിച്ച് എനേബിൾ ചെയ്യുക. ആവശ്യമായ കളർ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. ഗ്രാഡിൻ്റെ കളറാണെങ്കിൽ അതും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ആവശ്യമായ കളറുകളൊക്കെ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ശേഷം ഓക്കെ നൽകുക. നമുക്ക് സ്റ്റിക്കേഴ്സുകൾ ആവശ്യമില്ലെങ്കിൽ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്കത് ഡിലീറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഇമ്പോർട്ട് എന്നുള്ളതാണ്. അഥവാ നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഫയൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. നേരത്തെ നാം ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ പഠിച്ചെടുത്ത് ഫ്രം ഗാലറി എന്നുള്ള ഒരു ഓപ്ഷൻ പഠിച്ചിരുന്നു. അത് ബാക്ക്ഗ്രൗണ്ടിന് സെറ്റ് ചെയ്യാനാണ്. ഇതല്ല. ഈ ഒരു ഇമ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഇമേജ് ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെ ഇമ്പോർട്ട് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ഇടതുവശത്ത് കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തുകൊണ്ട് ഫ്രം ഗാലറി എന്നുള്ള ഭാഗം സെലക്ട് ചെയ്താലും നമുക്ക് ഗാലറി ഓപ്പൺ ആവും. ഗാലറി ഓപ്പൺ ആയാൽ ഇതുപോലെ നമുക്ക് ധാരാളം റെസെൻറ്റ് ഫയലുകൾ കാണും. നമുക്ക് അതൊന്നുമല്ല ആവശ്യമെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന ഫയലുകളാണെങ്കിൽ ഏറ്റവും മുകളിൽ ഇടതുവശത്ത് 3 ലൈന് കാണാം. അത് സെലക്ട് ചെയ്തുകൊണ്ട് ഏതൊരു ഫോൾഡറിലാണ് നമുക്ക് നമ്മുടെ ഇമേജുകൾ ഉള്ളത് എങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാനായി ഇമേജ് എന്ന ഭാഗം സെലക്ട് ചെയ്യാം. ധാരാളം ഫോൾഡറുകൾ ഇവിടെ കാണാം. വാട്സപ്പ്, ക്യാമറ, പിക്സൽ ലാബ്, ക്യാപ്ചർ തുടങ്ങി ധാരാളം ഫോൾഡർ നമ്മുടെ ഫയൽ മാനേജറിലുള്ള അത്രയും ഫോൾഡറുകൾ കാണാൻ പറ്റും. നമുക്ക് ഓരോ ഫോൾഡറുകളും ഓപ്പൺ ആക്കി നമ്മുടെ ഇമേജുകൾ സെലക്ട് ചെയ്താൽ മതി. ഞാനിവിടെ ഏറ്റവും മുകളിൽ ഇടതുവശത്ത് കാണുന്ന ഈ ഒരു 3 ലൈന് സെലക്ട് ചെയ്യും. ഇമേജിന് താഴെ കാണുന്ന ഡൗൺലോഡ്സ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുകയാണ്. ഞാൻ ധാരാളം ഇമേജുകൾ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ തൽക്കാലം ജസ്റ്റ് ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ സെലക്ട് ചെയ്തു. ആവശ്യമായ ക്രോപ്പുകൾ വരുത്തണമെങ്കിൽ ഞാനിവിടെ ക്രോപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡൺ ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, ആ ഒരു ഇമേജ് നമ്മുടെ ഈ ഒരു പിക്സൽ ലാബിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അല്ല. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇമേജുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറുകളും നാം പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഇതിലേക്കൊരു ഇമേജ് ആഡ് ചെയ്തു.
നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു ഇമേജ് മാറ്റണമെങ്കിൽ റീസെലക്റ്റഡ് എന്നുള്ള ബട്ടൺ കാണാം. അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ആ ഒരു ഡൗൺലോഡ് ഫോൾഡറിൽ നിന്ന് മറ്റൊരു ഇമേജ് ചൂസ് ചെയ്യാവുന്നതാണ്, തിരഞ്ഞെടുക്കാവുന്നതാണ്. നമുക്കതും കൂടെ നോക്കാം. ഇവിടെ റീസെലക്റ്റ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഇമേജ് മാറ്റണമെങ്കിൽ നമുക്ക് മറ്റൊരു ഇമേജ് വീണ്ടും സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. ഓക്കെ. ആവശ്യമായ ക്രോപ്പുകളൊക്കെ വരുത്തിയ ശേഷം ഞാനിവിടെ ഓക്കെ കൊടുത്തു. ഇനി നോക്കൂ, നമുക്ക് ആ ഒരു ഇമേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ റീസെലക്റ്റ് എന്നുള്ള ബട്ടൺ നമുക്ക് സെലക്ട് ചെയ്യാം. വീണ്ടും ആ ഇമേജ് വീണ്ടും നമുക്ക് മറ്റൊരു ഇമേജ് മാറ്റാവുന്നതാണ്, ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി തൊട്ടടുത്ത് ഡിലീറ്റ് ബട്ടൺ കാണാം. നമുക്ക് ആ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു ഇമേജ് വേണ്ട എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാം. നാം ഡിലീറ്റ് ചെയ്ത ഫയൽ നമുക്ക് പെട്ടെന്ന് ആവശ്യമായി വന്നാൽ ഏറ്റവും മുകളിൽ അൺഡു ബട്ടൺ കാണാം. അത് സെലക്ട് ചെയ്താൽ മുമ്പുണ്ടായിരുന്ന ഏതൊരു ഫയലായിരുന്നു നമ്മുടെ സ്ക്രീനിൽ ഉണ്ടായിരുന്നത് അത് വീണ്ടും റിക്കവറായി വരുന്നതാണ്, നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് വീണ്ടും അതിനപ്പുറത്തൊരു ക്രോപ്പ് ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്താൽ നമുക്ക് ആവശ്യമായ രീതിയിൽ നേരത്തെ ഇമേജ് സെലക്ട് ചെയ്തപ്പോൾ ക്രോപ്പ് ഓപ്ഷൻ ഉണ്ടെങ്കിലും അപ്പോൾ ചെയ്തില്ല, പിന്നീട് ആവശ്യമെങ്കിൽ ഈ ഒരു ക്രോപ്പ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ ഇത് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ക്രോപ്പ് സെലക്ട് ചെയ്തു, ശേഷം ഓക്കെ നൽകി. ക്രോപ്പിന് തൊട്ടടുത്ത് കോപ്പി എന്ന് കാണാം. നമുക്ക് ഇതേ ഫയൽ വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കോപ്പി സെലക്ട് ചെയ്താൽ മതിയാവും. വീണ്ടും ആ ഒരു ഫയൽ വീണ്ടും നമുക്ക് എടുക്കാം. നമുക്ക് ഇഷ്ടാനുസരണം അതിൻ്റെ കോപ്പികൾ എടുക്കാം. തൽക്കാലം ഞാനതൊന്നും എടുക്കുന്നില്ല, ഞാനെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇത്തരം ഓപ്ഷൻസ് ഇതിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു പരിചയപ്പെടുത്തൽ മാത്രം. കോപ്പിക്ക് അപ്പുറം നമുക്ക് ടു ഫ്രണ്ട് എന്ന് കാണാം. അതെങ്ങനെ നോക്കാം. ഞാൻ ഇനിയും ഒരു ഫയലും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഫ്രം ഗാലറി സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഫയലും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഞാൻ 2 ഫയലുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ പിറകിലുള്ള ഒരു ഫയൽ ഈ ഒരു ലീഫിൻ്റെ മുൻവശത്തേക്കാണ് വരേണ്ടത് എങ്കിൽ ഇതുപോലെ ആ ഒരു ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം, അഥവാ നമ്മുടെ ലീഫിൻ്റെ പിറകിലുള്ള ആ ഒരു ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് ടു ഫ്രണ്ട് എന്ന ഭാഗം സെലക്ട് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നോക്കൂ, ആ ലീഫിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ചിത്രം വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ചിത്രം ലീഫിൻ്റെ പിറകിലേക്ക് ആവണമെങ്കിൽ ഇവിടെ ടു ബാക്ക് എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതിയാവും. ഇതുപോലെ നമുക്ക് ഒരു ഫയൽ മറ്റൊരു ഫയലിൻ്റെ ബാക്കിലോട്ട് മാറ്റണമെങ്കിൽ ടു ബാക്ക് എന്ന് സെലക്ട് ചെയ്താൽ മതിയാവും. ഇങ്ങനെ ടു ഫ്രണ്ട് ടു ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസാണ് പിന്നീടുള്ളത്. നമുക്ക് ഒരു ഫയൽ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. തൽക്കാലം ഞാൻ ലീഫിൻ്റെ ഒരു ഫയൽ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ പൊസിഷൻ എന്നുള്ളത് കാണാം. അത് സെലക്ട് ചെയ്താൽ ഇതുപോലെ ആ ഒരു ഫയൽ മൂവ് ചെയ്യാനുള്ള മൂവിങ് അഡ്ജസ്റ്റ് ബാർ കാണാം. നമുക്ക് ഇതുപോലെ ആവശ്യാനുസരണം മൂവിൻ്റെ അഡ്ജസ്റ്റ് ബാർ ചിട്ടപ്പെടുത്തിയതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന ആരോ മാർക്കുകൾ സെലക്ട് ചെയ്യാം. വലതുവശത്തേക്കുള്ള ഒരു ബട്ടണായി വലത്തോട്ടുള്ള ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്യുക. ഇടതുവശത്തേക്കുള്ള ഐക്കൺ കാണാം. അത് സെലക്ട് ചെയ്താൽ ഇടതുവശത്തേക്ക്, താഴോട്ടാണെങ്കിൽ താഴോട്ടുള്ള ഐക്കൺ കാണാം, മുകളിലോട്ടുള്ള ഐക്കൺ കാണാം. ഇങ്ങനെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇവകളൊക്കെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതൊക്കെ പല സമയങ്ങളിലും നമുക്ക് ടെക്സ്റ്റുകളൊക്കെ മൂവ് ചെയ്യിപ്പിക്കാൻ ആവശ്യമായി വരും. ഞാൻ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമുക്ക് ആവശ്യമുള്ള സ്പീഡിലൊക്കെ മൂവ് ചെയ്ത് വെക്കാം. ശേഷം ഓക്കെ നൽകുക. പൊസിഷൻ എന്നതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് റിലേറ്റീവ് പൊസിഷൻ എന്ന് കാണാം. അത് സെലക്ട് ചെയ്താൽ നമുക്ക് ഏറ്റവും മുകളിൽ ഇടതുവശത്തോട്ട്, ഏറ്റവും മുകളിൽ വലതുവശത്തോട്ട്, ഏറ്റവും താഴെ വലതുവശത്തോട്ട്, ഏറ്റവും താഴെ ഇടതുവശത്തോട്ട് ഇതുപോലെയുള്ള ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മധ്യഭാഗത്ത് അതിൻ്റെ പൊസിഷൻ കണക്കാക്കാനായി മധ്യഭാഗത്ത് കാണുന്ന ഈ ഒരു ഐക്കണിൽ ടച്ച് ചെയ്താൽ മതിയാകും. ശേഷം ഓക്കെ നൽകുക. നമുക്ക് ആവശ്യമായ എഡിറ്റുകളൊക്കെ വരുത്താൻ ഇത്തരം സംവിധാനങ്ങളൊക്കെ ആവശ്യമായി വരും. തൽക്കാലം ഞാൻ ഈ ഒരു ഇമേജ് മാറ്റി വേറൊരു ഇമേജ് ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ ആ ഒരു ഇമേജ് മാറ്റി ഞാനൊരു ടെക്സ്റ്റ് PNG ഇമേജ് ഇതിലേക്ക് കൊണ്ടുവന്നു. ഇനി നമുക്ക് റിലേറ്റീവ് പൊസിഷൻ എന്നതിൻ്റെ തൊട്ടടുത്ത് റിലേറ്റീവ് സൈസ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്ത് നോക്കാം. ഇതുപോലെ നമുക്ക് 2 ബാറുകൾ കാണും. നമുക്ക് ആവശ്യാനുസരണം അതിൻ്റെ വലിപ്പം കൂട്ടാനും കുറക്കാനും ഒക്കെ ഇത് നമ്മെ സഹായിക്കും. ഇതിൻ്റെ ടോഗിൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത്ത് മാത്രമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈറ്റ് ബാർ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ ഹൈറ്റും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് രണ്ടും ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടോഗിൾ സ്വിച്ച് എനേബിൾ ചെയ്താൽ മതി. ശേഷം ഏതെങ്കിലും ഒരു ബാർ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാം. ആവശ്യമായ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ നൽകുക. ഇനി നമുക്ക് കളർ എന്നുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്താൽ ഈ ഒരു ടെക്സ്റ്റിന് കളർ നൽകാൻ ആ ഒരു കളർ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ടോഗിൾ സ്വിച്ച് കാണാം. അത് എനേബിൾ ചെയ്യാം.
ഇപ്പോൾ ഇതുപോലെ ഒരു റെഡ് കളറാണ് വന്നിട്ടുള്ളത്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധാരാളം കളറുകൾ ഇവിടെ കാണാനാകും. ആവശ്യമുള്ള കളറ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. കൂടുതൽ കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ തൊട്ടു വലതുവശത്ത് കാണുന്ന പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തുകൊണ്ട് ആവശ്യമായ ഒരു കളറ് നമുക്ക് ചൂസ് ചെയ്യാം. ശേഷം ഓക്കെ നൽകാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ടെക്സ്റ്റിന് യെല്ലോ കളർ സെലക്ട് ചെയ്തു. നാം ആഡ് ചെയ്ത ഈ ഒരു കളറിന് പകരം നമുക്ക് ഗ്രാഡിയൻ്റ് കളർ ചേർക്കണമെങ്കിൽ ഈ കളർ ഓപ്ഷന് താഴെ കാണുന്ന ഗ്രാഡിയൻ്റ് സെലക്ട് ചെയ്യാം. ധാരാളം ഗ്രാഡിയൻ്റ് കളർ ഇവിടെ കാണാൻ പറ്റും. ഇഷ്ടമുള്ള ഒരു ഗ്രാഡിയൻ്റ് കളർ സെലക്ട് ചെയ്യാം. ധാരാളം ഗ്രാഡിയൻ്റ് കളറിൻ്റെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇനി അത് പോരാ എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കളറുകളൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നേരത്തെ കളറുകളെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുമ്പുള്ള വീഡിയോകളൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനി പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗ്രാഡിയൻ്റ് കളറുകൾ നമുക്ക് കൂടുതൽ കളറുകൾ നൽകിക്കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഗ്രാഡിയൻ്റ് കളർ നൽകി ശേഷം ഓക്കെ സെലക്ട് ചെയ്തു. ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. വീഡിയോയുടെ ദൈർഘ്യം ഭയന്നുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നിർത്തുന്നു. നന്ദി.